കുറ്റിപ്പുറത്ത് ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ബസ് സഞ്ചരിച്ചത് 100 കിലോമീറ്ററിലേറെ വേഗത്തിലെന്ന് വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. വിശദമായ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ഗതാഗത വകുപ്പിന് സമർപ്പിക്കും. കുറ്റിപ്പുറം അപകടത്തിൽ MVD, പോലീസ്, നാറ്റ്പാക്, ദേശീയപാത അതോറിറ്റി എന്നിവരുടെ സംയുക്ത പരിശോധന പൂർത്തിയായി. പരമാവധി 50 കിലോമീറ്റർ വേഗപരിധിയുള്ള പ്രദേശത്ത് ഇരട്ടിയിലേറെ വേഗത്തിലാണ് ബസ് സഞ്ചരിച്ചതെന്ന് ഈ പരിശോധനയിൽ വ്യക്തമായി. ആറുവരിപ്പാതയിലെ നിരീക്ഷണ ക്യാമറകളുടെ കുറ്റിപ്പുറത്തുള്ള കൺട്രോൾ റൂമിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളിലാണ് ഇക്കാര്യം വ്യക്തമായത്. അമിത വേഗമാണ് അപകടത്തിനിടയാക്കിയ പ്രധാന കാരണം. മഴ പെയ്തിരുന്നതിനാൽ ബസിന്റെ ടയറും റോഡും തമ്മിൽ വേണ്ടത്ര ബന്ധിക്കപ്പെടാതിരുന്നതും അപകടത്തിന്റെ ആഘാതം കൂട്ടി. ഡ്രൈവറെ ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. അപകടവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമേ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കൂവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് കഴിഞ്ഞ ഞായറാഴ്ച അപകടത്തിൽപ്പെട്ടത്. ബസ് തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് അപകടത്തിൽ മരിച്ചത്. അപകടത്തിൽ ബസ് പൂർണ്ണമായും തകർന്നു. സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തു. ന്യൂസ് ഡെസ്ക് TCV.